പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയ വളരെ ആസൂത്രിതമായ ഒരു ആക്രമണ പരമ്പരയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണജനകമായ വികലമായ തെറ്റായ ദൃശ്യങ്ങളും വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അവിടുത്തെ വികാരി ജെറിൻ പാലത്തിങ്കലച്ചൻ തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസാദഗിരിയിൽ പള്ളിയിൽ നടന്ന സംഭവങ്ങളിൽ ഞാൻ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം പരക്കുന്നത് കണ്ടു. അതുമൂലം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടുകാർക്കുമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നെ അറിയാവുന്ന പലവരും എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തുന്നത്. മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ ഇപ്പോൾ നടക്കുന്ന ജനാബിയും കുർബാനയും അതുപോലെ തന്നെ എൻ്റെ വികാരി അപ്പോയിൻമെൻറ്റും 15-ാം തീയതി വരെ സ്റ്റേ ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ പല പ്രാവശ്യം തോട്ടുപുറ അച്ഛനോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും DYSPയുടെ സാന്നിധ്യത്തിലും എല്ലാം വ്യക്തമാക്കിയ കാര്യമാണ്. അത് പല രീതിയിൽ വ്യക്തമാക്കുകയും അച്ഛൻ എന്നോട് തിങ്കളാഴ്ച വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ സ്റ്റാറ്റസ് കോ ആണ്, അച്ഛൻ അച്ഛൻ വരരുത്, 15-ാം തീയതി കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത മാർഗ്ഗങ്ങൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാൻ അവിടെ വികാരിയായിട്ട് എനിക്ക് സഭാ നിയമം മാത്രം നോക്കിയാൽ മതി, എനിക്ക് കോടതി നിയമമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അച്ഛൻ എന്നോട് സംസാരിച്ചത്. ചൊവ്വാഴ്ച വന്ന് അച്ഛൻ ചാർജ് എടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പരന്നു. അന്ന് തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് ചെയ്യരുത്, ഇവിടെ ഇടവകയിൽ പ്രശ്നങ്ങളുണ്ടാവും, അസ്വസ്ഥത, നമുക്ക് സമാധാനപരമായിട്ട് ഇത് പരിഹരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ടും അച്ഛൻ വളരെ വാശിയോടുകൂടി അവിടെ നിലനിന്നു. ബുധനാഴ്ച വൈകിട്ട് DYSPയുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിങ്ങിൽ DYSP വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇത് സ്റ്റാറ്റസ് കോയാണ്, ഈ സ്റ്റാറ്റസ് കോ അനുസരിച്ച് തോട്ടുപുറച്ചൻ അവിടെ പോകാൻ പാടില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മെട്രോപൊളിറ്റൻ വികാർ ജോസഫ് പാംപ്ലാനി പിതാവുമായിട്ട് ഇത് ചർച്ച ചെയ്ത് സമാധാനത്തിൽ തീർക്കണം, അല്ലെങ്കിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നീക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളൊരു അക്രമം അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പള്ളി പൂട്ടേണ്ടി വരും എന്ന് DYSP സാർ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇത് ഇത്രയും ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ സമാധാനപരമായിട്ട് ഇത് പ്രശ്നം തീർക്കാനായിട്ട് അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് ഒരു കുർബാനയുടെ സമയമല്ല, ഒരു 9:30 സമയം അവർ തന്നെ തീരുമാനിച്ച് അവർ സംഘം ചേർന്ന് ഒരുമിച്ച് കയറി വന്ന് വാദം ജനലിനോ അവർ